ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ബിനി ഫുഡ് കോർട്ടിൽ സഫയർ കൂൾ ഹട്ടിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെയാണ്. ഞാൻ ആക്ച്വലി സഫയർ കൂൾ ഹട്ടിൻ്റെ ഒരു പഴയ കസ്റ്റമറാണ്, സ്ഥിരം കുറ്റിയായിരുന്നു അവിടുത്തെ. അപ്പോൾ അവിടെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അവിടെ മുമ്പ് അത് മാനേജ് ചെയ്തിരുന്ന എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, ആളുടെ പേര് വിജിത്ത് എന്നാണ്. ഇപ്പം ഞാൻ ആളെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഹലോ വിജിത്തേട്ടൻ, സുഖമല്ലേ? വിജിത്തേട്ടൻ കണ്ണൂർകാരനാണ് കേട്ടോ. കണ്ണൂർ എന്താണ് വിശേഷം? കണ്ണൂർ നല്ല വിശേഷം, ഇലക്ഷൻ ചൂട്. എന്തുകൊണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പോകാൻ കാരണം എന്താ? തൃശ്ശൂരിൽ നിന്ന് പോയിട്ടൊന്നുമില്ല, തൃശ്ശൂർ തന്നെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് കണ്ണൂരിലേക്ക് പോകുന്നുണ്ടെന്ന് മാത്രം. സഫയർ കൂൾ ഹട്ട് തൃശ്ശൂർക്കാർക്കൊക്കെ ഒരുവിധം അറിയുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ അവിടെ ഉള്ള പ്രശസ്തമായ സഫയർ ഹോട്ടൽ ഉണ്ടല്ലോ, അവരുടെ ഷേക്ക് പാർലറാണ് ഈ കൂൾ ഹട്ട്. അത് ഓൾമോസ്റ്റ് ഒരു 15 years ആയിട്ടുള്ള സ്ഥാപനമാണ്. അവരുടെ ഔട്ട്ലെറ്റ് അവർ 1-2 സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത് ബിനി ഫുഡ് കോർട്ടിലാണ്. അവർ കുറേ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പുതിയ കുറേ ഐറ്റംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വിജിത്തേൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് പുതിയ ഐറ്റംസ് എന്നുള്ളത്. പുതിയ ഐറ്റംസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എല്ലാവരുടെയും ട്രെൻഡിങ് ആയിട്ടുള്ള മസ്ക ബൺ തന്നെയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മസ്ക ബൺ, ഈ മസ്ക ബൺ എന്ന് പറയുന്നത് മറ്റേ ബട്ടറും മിൽക്ക് മെയ്ഡും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടേതായ ഒരു രീതിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു മസ്ക ബൺ, കുറച്ചുകൂടെ ബെറ്റർ മസ്ക ബൺ. എനിക്ക് ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ടീനേജേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞൊരു ഷെയ്ക്ക് ഉണ്ട്. ഞാൻ എൻ്റെ ഷുഗർ കട്ടിന് മുമ്പ് സ്ഥിരമായിട്ട് കഴിച്ചിരുന്ന ഒരു ഐറ്റമാണ്. ഇപ്പൊ പിന്നെ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഷെയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം അതിൽ ഓൾറെഡി ഐസ്ക്രീം ആഡ് ചെയ്യുന്നുണ്ട് അവർ. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ട്രോബെറി ജ്യൂസ് ആണ്. ഇതിൽ പിന്നെ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, ഞാനിതിൽ ഷുഗർ ഫ്രീ ആഡ് ചെയ്തിട്ട് കഴിക്കും. സ്ട്രോബെറി ഐറ്റംസ് ഒക്കെ ഭയങ്കര സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ കൂൾ ഹട്ടിൻ്റെ. പിന്നെ മസ്ക ബൺ മാത്രമല്ലാണ്ട് പിന്നെ വേറെ എന്തൊക്കെയാ കേക്ക്സ്, പേസ്ട്രീസ്, ക്രീംസ് ഒക്കെ ഉണ്ടെന്ന്. ക്രീംസ്, ടെൻഡർ കോക്കനട്ട് ക്രീം, ടെൻഡർ കോക്കനട്ട് പുഡിംഗ്, സഫയർ സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡ് ഉണ്ട്. അത് വന്നിട്ട് ഫ്രഷ് ക്രീം, ഫ്രൂട്ട്സ്, നട്ട്സ്. പിന്നെ ഫലൂദ ഇല്ലേ? ഫലൂദയിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്, 10-50 വെറൈറ്റിയോളം ഫലൂദ ഉണ്ടാകും. ഫലൂദകൾ ഞാൻ ആദ്യമായിട്ട് കഴിച്ചു തുടങ്ങുന്നത് സഫയർ കൂൾ ഹട്ടിൽ നിന്നാണ് കേട്ടോ. സ്പെഷ്യലി പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാം നാച്ചുറലാണ്, 100% നാച്ചുറലാണ്. ഷേക്കിലൊക്കെ ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ, അതായത് കളർ, എസൻസ് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇതിപ്പോൾ ഞാൻ കൂൾ ഹട്ടിൻ്റെ പരസ്യം ചെയ്യാൻ നിങ്ങൾ വിചാരിക്കേണ്ട. വിജിത്തേട്ടൻ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്, പണ്ട് തൊട്ടേ ഉള്ള പരിചയമാണ്. കൂൾ ഹട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അവരെ സ്ഥിരം പോയിരുന്ന ആളാണ്. കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.